ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ അവസാന സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചി ചായ തലയിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. അബദ്ധം പറ്റിപ്പോയി, വലിയൊരു അബദ്ധം പറ്റിപ്പോയി സച്ചിക്ക്. വലിയ കാര്യത്തിന് എന്റെ തലയിൽ ആരും എണ്ണ വെച്ച് തരണ്ട, നീ എന്റെ തലയിൽ എണ്ണ വെച്ചതൊക്കെ മതി, ഇനിയിപ്പൊ മറ്റുള്ളവരെ കൂടെ കൊണ്ട് എണ്ണ വെപ്പിക്കാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ എന്തോ ആചാരമാണ് ഈ ഒരു ഭാര്യയുടെ ആങ്ങളെ എണ്ണ വെച്ച് കൊടുക്കണം എന്നുള്ളത്. ഏതായാലും നമ്മുടെ സച്ചിക്ക് വലിയൊരു അബദ്ധം പറ്റി. ബാക്കി എല്ലാവരും നിന്ന് ചിരിയോ ചിരി. രേവതി ഭയങ്കര ചിരി, മുടിഞ്ഞത് ചിരി. നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് രേവതി മിണ്ടാതിരിക്കും രേവതി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ചിരി വന്നിട്ട് നമ്മുടെ രേവതിക്ക് അങ്ങോട്ട് ചിരി പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ലാസ്റ്റ് സച്ചി പെട്ടെന്ന് ഇത് ആരാ ഈ ചായ ഇവിടെ കൊണ്ടുവച്ചതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ആര് ചായ ഇവിടെ കൊണ്ടുവച്ചത്? ചായ സച്ചേട്ടന് കുടിക്കാൻ കൊണ്ടുവച്ചല്ലേ, സച്ചേട്ടൻ തന്നെ അത് എടുത്തു തലയിൽ ഒഴിച്ചു, ഇതിൽ ഞങ്ങൾ കുറ്റക്കാരാണോ സച്ചേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും കോപ്പ ഒരു ചായയും കൊണ്ട് വെച്ചിട്ട് മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, ചായ ഒഴിച്ചു. ഏതായാലും ഇനി കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ചായ തലയെ കൂടെ വീണല്ലോ, എന്നാ പിന്നെ ആ എണ്ണ എടുത്തങ്ങ് തേച്ചിട്ടങ്ങ് കുളിക്കാൻ പറഞ്ഞു. ഏതായാലും സച്ചി ആ ഒരു സംഭവം കൊണ്ട് തലയിൽ എണ്ണയൊക്കെ എടുത്ത് തേച്ചിട്ടങ്ങ് കുളിക്കാനും പോയി കേട്ടോ. നമ്മുടെ രേവതി വല്ലാതെ ഒരു പുച്ഛിച്ചും എന്താ പറയാ, നമ്മുടെ സച്ചി നാണം കെട്ടെന്നോ ഉള്ള രീതിയിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ അടുത്ത സീന്. വേറെ ഒന്നുമല്ല, അവര് പുതിയ ജോലി ഡ്രസ്സൊക്കെ ഇട്ടു, അച്ഛന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ സീൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ല ആ സീന്. വേറെ ഒന്നുമല്ല, ആ സ്വർണം കൊടുക്കുന്ന ഒരു സ്വർണ്ണമോതിരം കൊടുക്കാണ് നമ്മുടെ സച്ചിക്ക്. എന്നാലും സച്ചിക്ക് ആ സ്വർണ്ണമോതിരം കൊടുത്തിട്ട് നമ്മുടെ സച്ചി മേടിക്കുന്നില്ല. ഒരു മാല കൊടുത്തിട്ട് മതിയായി, ഇനിയിപ്പൊ സ്വർണ്ണമോതിരവും കൂടി അങ്ങ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സമാധാനം നഷ്ടപ്പെടുത്താനല്ലേ. നിങ്ങൾ തരുന്ന സ്വർണ്ണമോതിരോ അതെനിക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവളുടെ നാക്കുണ്ടല്ലോ, വല്ലാത്ത നാക്കാ. അന്ന് ഇവളത് പണയം വെച്ചെന്നും പറഞ്ഞ് എന്തൊക്കെ യുദ്ധം ഉണ്ടാക്കി ഒരു മാല തന്നിട്ട്, അതുകൊണ്ട് പ്ലീസ് ദേവ് ചെയ്ത് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് സച്ചി ഒഴിഞ്ഞു മാറുകയാണ്. അപ്പൊ ദേവ് പറഞ്ഞു, പ്ലീസ് സച്ചേട്ടാ ഞാൻ പറയുന്നതല്ലേ, ഞാൻ തരുന്നതെന്ന് സങ്കല്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു, നീ എന്റെ കഴുത്തിലിട്ട് തന്നില്ലായിരുന്നോ? എന്റെ കഴുത്തിലിട്ട് തന്ന ആ മാല ലാസ്റ്റ് എന്റെ ഒരവള്ളി ആകാത്തത് എന്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യേ, മോക്കിട്ട് കൊടുക്ക്. പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി. ഏതായാലും ഈ ഒരു സമയത്താണ് പടക്കമൊക്കെ പൊട്ടിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരത്ത് പറഞ്ഞു, ബാ നമുക്ക് പടക്കം പൊട്ടിക്കാം. ഏതായാലും നമ്മൾ ഇതിന്റെ രാത്രി പടക്കമൊന്നും പൊട്ടിച്ചില്ലല്ലോ. അപ്പൊ സച്ചി ഓർത്ത്, ശരിയാ രാത്രി പടക്കമൊന്നും പൊട്ടിച്ചില്ല. നമ്മുടെ സച്ചി രാത്രി ഇച്ചിരി വയലന്റ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇവര് പടക്കം പൊട്ടിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയാണ് പടക്കം പൊട്ടിക്കുന്നത്. അങ്ങനെ രേവതി ഭയങ്കര ധൈര്യത്തോട് കൂടി ചെന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നു. സച്ചി മാറി നിന്ന് കാണുന്നു, ഇടയ്ക്ക് കമ്പിത്തിരി കത്തിക്കുന്നു, മത്താപ്പ് കത്തിക്കുന്നു. അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിൽ പടക്കം പൊട്ടിച്ചു, ഈ മാലപ്പടക്കം പോലത്തെ ഒരു പടക്കം ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കേട്ടില്ലേ. സച്ചി രേവതി ആണെങ്കിൽ അവിടെ മൊത്തം പുകയുടെ മയമായി മൊത്തം. ആ ഒരു മരുന്നീന്ന്, ആ ഒരു എന്താ പറയാ വെടിമരുന്നീന്ന് വരുന്ന പുകയുണ്ടല്ലോ, ആ പുക മൊത്തം അവിടെ പടർന്നു. രേവതി എന്ത് ചെയ്തു, പടക്കം പൊട്ടിക്കുന്ന ഒച്ച കേട്ടിട്ട് ഓടിപ്പോയി. ആരാന്നൊന്നും കണ്ടില്ല, കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് ഇങ്ങനെ ചെവിയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും പുകയുടെ മയമൊക്കെ അങ്ങ് മാറി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവ് നോക്കിയപ്പോഴത്തേക്കും സച്ചിനെ ചെന്നിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പേടിച്ച് ചെവിയും പൊത്തിക്കൊണ്ട് നമ്മുടെ രേവതി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് രേവതിക്ക് മനസ്സിലായില്ലേ രേവതി ആരെയാ കെട്ടിപ്പിടിച്ചത്. രേവതി പെട്ടെന്ന് ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കുമാണ് സച്ചി പെട്ടെന്ന് രേവതി അങ്ങോട്ട് വിട്ടു കേട്ടോ. വിട്ടിട്ട് പതുക്കെ അങ്ങ് ബാക്കിലേക്ക് മാറിയിട്ട് സോറി എന്ന് പറഞ്ഞേ. നമ്മുടെ സച്ചിക്കും എന്താ പോലെ ആയിപ്പോയി. ഏതായാലും നമ്മുടെ ദേവു ലക്ഷ്മിയൊക്കെ നാണം വന്നിട്ട് മുഖമൊക്കെ മാറ്റി അങ്ങ് നിന്നു കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് സീനുകൾ കാണിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ വർഷനെയും ശ്രീകാന്തിനെയും കാണിക്കുന്നുണ്ട്. അവരുടെ ശാന്തി മുഹൂർത്തം, അതായത് ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പം രാവിലെ അവരും കുളിച്ചൊരുങ്ങി പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ്. നമ്മുടെ വർഷം എടുത്തോണ്ട് കൊടുത്ത ഡ്രസ്സാണ് ശ്രീകാന്ത് ഇട്ടേക്കുന്നത്. അങ്ങനെ വർഷം പറഞ്ഞു, സൂപ്പർ ഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞപ്പോ, ഏതായാലും വർഷ നിന്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അപ്പൊ എന്റെ സെലക്ഷൻ എന്നെ സൂപ്പർ ആകാതിരിക്കും, ഞാനല്ലേ നിന്നെ സെലക്ട് ചെയ്ത്, അത് സൂപ്പർ അല്ലേ, പിന്നെ എന്റെ എല്ലാ സെലക്ഷനും സൂപ്പർ ആവില്ല എന്നൊക്കെ പറഞ്ഞ് പതുക്കെ അവർ ആ ഒരു റൊമാൻസിലേക്ക് ഇങ്ങനെ കടക്കുകയാണ്. അങ്ങനെ നമ്മുടെ വർഷയോട് പറഞ്ഞു, അതെ നീ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടെ കുളിച്ചിട്ട് വരാന്ന് പറയുമ്പോ, കുളിച്ചിട്ട് വരാന്നോ, എന്തിനാ ഇപ്പൊ കുളിച്ചിട്ട് വരുന്നത്, ഞാൻ കുളിച്ചല്ലോ രാവിലെ. അല്ല വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒരുമിച്ച് കുളിക്കാം. അതൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു. ആ ഒരു സമയത്ത് അല്ല നിന്റെ കാലിന്റെ വേദനയൊക്കെ മാറിയോന്ന് ശ്രീകാന്ത് ചോദിച്ചപ്പോ, ആ കാലിന്റെ വേദനയൊക്കെ മാറിയെന്ന്. അപ്പൊ വർഷ പറഞ്ഞു, ഏതായാലും നമ്മള് ഒരിക്കലും വിചാരിക്കാത്ത കാര്യമാണല്ലോ ശ്രീകാന്തെ നടന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നമ്മുടെ ഇടയിൽ ഒരു ഫസ്റ്റ് നൈറ്റ് ഉണ്ടാവുന്നൊക്കെ. ഏതായാലും ഇന്നലെ രാത്രി നമ്മൾ രണ്ടും ഒന്നായല്ലോ, നമ്മൾ രണ്ടും ഭാര്യയും ഭർത്താവും ആയല്ലോ.
ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കാതെ ആണെങ്കിലും എനിക്ക് വല്ലാത്തൊരു ത്രില്ല് തന്നെ ആയിരുന്നു അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് രണ്ടുപേരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറയെങ്കിൽ പിന്നെ നമുക്ക് ഇന്നും കൂടെ ഒരു ഫസ്റ്റ് നൈറ്റ് പകലും കൂടെ ഒരു ഫസ്റ്റ് നൈറ്റ് വെച്ചെന്ന് പറഞ്ഞത് കുഴപ്പമുണ്ടോ, എന്താ നമുക്ക് പകലും കൂടെ ഒരു ഫസ്റ്റ് നൈറ്റ് വെക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ കളിയാക്കാണ്. അപ്പം ആ ഒരു സീനൊക്കെ കാണിക്കുന്ന അവരുടെ ആ ഒരു റൊമാൻസ് സീനൊക്കെ കാണിക്കാണ്. ഇതിനൊക്കെ ശേഷം കാണിക്കുന്ന സീൻ അവരുടെ റൊമാൻസ് സീൻ കുറച്ച് ഏറെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ റൊമാൻസ് ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. അപ്പൊ അവര് നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്ന സീനൊക്കെയാണ് കാണുന്നത്. അപ്പൊ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനൊക്കെ തന്നെയാണ്. അപ്പം സച്ചി അവിടെ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് അയലോക്കത്തെ കുറച്ച് ചേച്ചിമാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. നല്ലൊരു മരുമകനെ തന്നെയാണ് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ രേവതിനെയും കുറിച്ച് പുകഴ്ത്തി പറയാ സച്ചിയോട്, നല്ലൊരു പെണ്ണിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ സത്യം പറഞ്ഞ സച്ചിയുടെ ഭാഗ്യമാണ്. ഇതുപോലൊരു പെണ്ണിനെ കിട്ടണമെങ്കിൽ സച്ചി വേറെ എവിടെ അന്വേഷിച്ചാലും കിട്ടില്ല. അതുപോലൊരു പെൺകുട്ടിയാണ് ഇവള്, എല്ലാ സ്വഭാവം കൊണ്ടും നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറയുമ്പോ അതെ നല്ല പെൺകുട്ടിയാ, എനിക്കറിയാം ഇവള് നല്ല പെൺകുട്ടിയാ, എല്ലാവരുടെയും കണ്ണിൽ ഇവള് നല്ല പെൺകുട്ടിയാ. അപ്പോഴത്തേക്ക് സച്ചിയോട് പെട്ടെന്ന് അവിടെ നിന്ന് ചേച്ചിമാര് ചോദിച്ചാൽ അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞത്. ഏതായാലും സച്ചിയും രേവതിയും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെതായ ഒരു ഐശ്വര്യം വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ പുകഴ്ത്തലും സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവരാണെ അങ്ങ് പോകുന്നില്ല. സച്ചിയാണ് ഇതെന്നാ കോപ്പ് ഇവരൊക്കെ ഇവിടെ നിന്ന് പോകാതെ നിൽക്കുന്നതെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് അങ്ങ് പോയി, ദീപാവലി ആശംസയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി സച്ചി അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെന്നപ്പം രേവതിയോട് സച്ചി പറഞ്ഞു, ഇതൊക്കെ പ്ലാനിങ് ആണല്ലേ, അല്ല നീ പറഞ്ഞു പഠിപ്പിച്ചു വെച്ച പോലെ തന്നെ ഉണ്ടല്ലോ, നിന്നെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു, എന്നെ കുറിച്ച് പുകഴ്ത്തി പറയുന്നു, അല്ല നീ എത്ര രൂപ കൊടുത്തിട്ടാ ഇതൊക്കെ ആ ചേച്ചിമാർ എന്നോട് പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാന് പൈസ കൊടുത്തിട്ട്, അതെ എനിക്ക് പൈസ കൊടുത്തിട്ടൊന്നും പറയിപ്പിക്കേണ്ട കാര്യമില്ല, എന്നെ കുറിച്ച് ഇവിടെ എല്ലാം ഉള്ള എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് തന്നെ അവർ സത്യസന്ധമായ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്നെ പോലെ ഒരു പെണ്ണിനെ കെട്ടാൻ ഭാഗ്യം കാണുന്നൊക്കെ പറഞ്ഞത് സച്ചേട്ടൻ കേട്ടില്ലേ, അത് കള്ളമാണെന്നൊന്നും സച്ചേട്ടന് പറയാൻ പറ്റുമോ? സത്യത്തില് എപ്പോഴും അച്ഛനും പറയാറില്ലേ ഞാന് ആ കുടുംബത്തിന്റെ ഐശ്വര്യമാണെന്നൊക്കെ. ഐശ്വര്യ ഒരൊന്നൊന്നര ഐശ്വര്യ നീ. ദേ എന്റെ പൊന്ന് രേവതി, നീ എന്നെ പല കാര്യം കൂടെ ഓർമ്മിപ്പിക്കരുത് കേട്ടോ, ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വന്നതോടുകൂടി അവിടെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ വന്നതോടുകൂടി തന്നെയാ നല്ല രീതിയിൽ സച്ചേട്ടൻ ജീവിക്കാൻ പഠിച്ചത്, അല്ലാത്തപ്പോ കൂട്ടും കൂടി ഇവരുടെയും കൂടെ നടക്കല്ലായിരുന്നോ. പിന്നെ ഇപ്പം വെള്ളവടിയൊന്നും ഇല്ലായിരുന്നല്ലോ, ഈ ഒരു പ്രശ്നം കഴിഞ്ഞ പിന്നെയല്ലേ വെള്ളവടി. ആ പ്രശ്നം ആര് കാരണം ഉണ്ടായത്? നീ കാരണമല്ലേ. ദേ സച്ചേട്ടാ, ഞാൻ പറഞ്ഞു 100 തവണ ഞാൻ പറഞ്ഞു, വീണ്ടും എന്നെ കുറ്റപ്പെടുത്തരുതെന്ന്. ന്യായീകരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് എനിക്കറിയാം, എന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് മാത്രമാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, ദയവേദി ഈ കാര്യത്തിൽ മാത്രം എന്നോട് ഒന്ന് പറയരുത്, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ സച്ചേട്ടന്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനോ ഹോസ്പിറ്റലിൽ കയറ്റാനോ ഒന്നും എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലെന്ന് സച്ചേട്ടൻ നന്നായിട്ട് ബോധ്യമുണ്ടല്ലോ. സച്ചേട്ടൻ പുറത്ത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചേട്ടന്റെ മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്ക്, ഞാൻ ചെയ്തൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, എങ്കിൽ പിന്നെ പോകാം, കുറെ നേരമായില്ലേ, ഏതായാലും ഒരു ദിവസം നിൽക്കാനല്ലേ പറഞ്ഞത്, ഇനിയിപ്പോ ഏതായാലും പോയേക്കാം. അപ്പൊ അവരും ഇങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് നേരെ കയറി ചെല്ലുന്നത് എങ്ങോട്ടേക്ക്? വീട്ടിലേക്ക്. അപ്പം വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ സച്ചി രേവതിയുടെ കുറച്ച് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇങ്ങോട്ടേക്ക് വന്നത് കാറിലാണ്, അങ്ങോട്ടേക്ക് പോകുന്നത് ഓട്ടോയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി അറിയാണ്, രേവതി നീ അവിടെ ചെല്ലുമ്പം കാറ് പോയ കാര്യം പറഞ്ഞേക്കരുത്, കാർ എന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയായിട്ട് വർക്ക്ഷോപ്പ് കയറ്റി എന്നങ്ങ് പറഞ്ഞാൽ മതി, അല്ലാതെ വേറൊന്നും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയുണ്ട്, എനിക്ക് എന്റെ അച്ഛനെ നന്നായിട്ട് പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഏതായാലും ഇവര് ചെന്ന ദീപാവലിയുടെ ഒക്കെ ഒരു ഇതൊക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇവര് ചെന്ന് അവിടെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ അതിലെ നടക്കുകയാണ്. അപ്പം പെട്ടെന്ന് സച്ചി ഓടിച്ചിട്ട്, ഇത് എന്താ ഇങ്ങനെ നടക്കുന്നത്? അച്ഛനോട് ആരോഗ്യം നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസം പോലും ആയില്ല, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇറങ്ങി നടക്കുന്നോ, കയറിപ്പൊക്കെ അച്ഛാകത്ത് എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ മോനെ എത്ര നേരം എന്നും പറഞ്ഞാൽ ഞാൻ ഈ അകത്ത് കുത്തിപ്പിടിച്ചിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിന് അയവും വിശ്രമമൊക്കെ വേണ്ടേ, അതുകൊണ്ടാ ഞാൻ ഇറങ്ങി നടന്നതെന്നൊക്കെ പറഞ്ഞു. അല്ല നിങ്ങൾ എന്താ ഓട്ടോയ്ക്ക് വന്നത്, കാറിന് എന്ത് പറ്റി എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പം സച്ചി പറഞ്ഞു, അത് പിന്നെ അച്ഛാ കാർ എന്തെന്ന് ചോദിച്ചാല് കാറ് വർക്ക്ഷോപ്പിൽ കയറ്റി, അതിന്റെ ടയറൊക്കെ ഒന്ന് ചെറിയ പഞ്ചർ ആയിട്ടുണ്ട്, പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഒന്ന് സർവീസ് ചെയ്യാൻ ഓർത്തോണ്ട് സർവീസ് ചെയ്യാൻ കൊടുത്തേക്കാന്നങ്ങാണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ആണോ, അപ്പം കാർ ഉടനെ കിട്ടുമോ? ഉടനെ കിട്ടത്തില്ലായിരിക്കും, എന്തോ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ 2-3 ആഴ്ചയൊക്കെ കഴിയായിരിക്കും പറഞ്ഞു. ഇത് കേട്ടോണ്ടാ നമ്മുടെ ചന്ദ്ര വരുന്നത്. ചന്ദ്ര, നിന്റെ കാറിന്റെ ടെസ്റ്റിങ്ങും അതും ഇതും കഴിഞ്ഞ് 2-3 ആഴ്ച കഴിയുന്നോ? അപ്പൊ ഇവിടുത്തെ ചെലവുകൾ ആര് നോക്കും? ഇവിടുത്തെ ചെലവുകൾ എങ്ങനെ നടത്തും?
എന്താ സച്ചി നീ പറയുന്നത് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്ര ആ വായോട് കൂടി തന്നെ ചോദിക്കാണ്, അല്ല സ്വർണ്ണമൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യാ, കഴുത്തിൽ മാലയൊന്നും കാണുന്നില്ലല്ലോ, എന്തിയാ ചെയിനൊന്നും ഇല്ലല്ലോ കയ്യില് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, സ്വർണ്ണോ, എന്തിനാ സ്വർണം? അല്ല സാധാരണ ദീപാവലിക്ക് മരുമകന് വീട്ടിൽ നിന്ന് ഒരു സ്വർണം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്, അല്ല അതൊന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞപ്പോ സച്ചി വേഗം ഇങ്ങ് ഓടി വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ സുധിയുടെ കഴുത്തെ തപ്പിയിട്ട്, അതെ ഇവന്റെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടല്ലോ, അതും അമ്മയുടെ മരുമകളല്ലേ, അപ്പൊ ഇത് ഈ സുധിയുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ മരുമകരല്ലേ, അപ്പൊ ഇവന് സ്വർണം കിട്ടിയില്ലല്ലോ, അപ്പൊ അത് ചോദ്യം ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചു. നമ്മുടെ രേവതി ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചിരിച്ചു കേട്ടോ. നമ്മുടെ ചന്ദ്രയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം ചന്ദ്ര പിന്നെ ബബ്ബ അടിച്ചു പറഞ്ഞു, അത് പിന്നെ മലേഷ്യയിലല്ലേ അവളുടെ അച്ഛന്, മലേഷ്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പഴീ ഫോൺ വഴി പേ ചെയ്യാം, അതുപോലെ തന്നെ ബാങ്ക് വഴി പേ ചെയ്യാം, അങ്ങനെ പല പല ഇതുണ്ടല്ലോ, സൗകര്യങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ പിന്നെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ പിന്നെ ഒരു മരുമകൾക്ക് ബാധകം, ഒരു മരുമകൾക്ക് ബാധകമല്ല. അതിന്റെ കാര്യം ഇല്ലാട്ടോ അമ്മേ, എനിക്ക് ആരുടെയും സ്വർണം വേണ്ട, ആരുടെയും സ്വർണം കിട്ടിയല്ല ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതൊക്കെ പോട്ടെ, അല്ല നിന്റെ കാറില്ലാതെ എങ്ങനെയാ ഇവിടുത്തെ വരുമാനമൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്? അത് പിന്നെ ശ്രുതിയാ ഇപ്പൊ പിന്നെ ഇവിടെ വരുമാനം കൊണ്ട് തരുന്നത്, ശ്രുതി എല്ലാം കൂടെ നോക്കാൻ പറ്റുമോ ശ്രുതിക്ക്? ആഹാ അത് കൊള്ളാലോ, ഈ 3 ആഴ്ച നിന്റെ കെട്ടിയോൾ ഇവിടെ എന്തോരം തിന്നു മറിക്കുന്നത് നിനക്ക് അറിയാമോ? ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തിന്നുന്നത് അവളാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ അങ്ങോട്ട് പറയാൻ തുടങ്ങി കേട്ടോ. രേവതിക്ക് അങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ. ഏതായാലും ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മളെ നയനയുടെയും ആദർശിന്റെയും കമ്മിങ് സൂൺ പ്രമോ, അതായത് അപ്കമിങ് എപ്പിസോഡ് നമ്മൾ എന്ന് ഇടുന്നുണ്ട്. റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇടുന്നത്. അതായത് ഇന്നും നാളത്തെയും കഥയൊന്നുമല്ല, വരാനിരിക്കുന്ന ദിവസങ്ങളിലെ കഥകൾ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അപ്കമിങ് എപ്പിസോഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇടുന്നത്. റിയൽ സ്റ്റോറി എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. അപ്പൊ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ.